ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇസ ഷാൻസ്. അപ്പോൾ നമുക്ക് ഇന്ന് തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പോട എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആ പരിപ്പുവടയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ കടലപ്പരിപ്പ് ഞാൻ ഒരു 2 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 2 മണിക്കൂറോളം മതി, പെട്ടെന്ന് തന്നെ ഈ കടലപ്പരിപ്പ് കുതിർന്ന് വന്നോളും. ഇനി അതിൽ നിന്ന് ഒരു കപ്പിൽ, അതായത് അതുപോലെ കുറച്ച് ഞാൻ പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപ്പ് ഒരു ചെറിയ മിക്സിയിലോ ചെറിയ ജാർ എടുക്കുക. അതിലോട്ട് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. ഇത് ഒരുപാട് അങ്ങ് അരച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി നമുക്ക് തൊലി കളയൊന്നും വേണ്ട, തൊലി കളയാതെ അങ്ങനെ ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഈ വെളുത്തുള്ളി ചേർക്കുമ്പോൾ പരിപ്പോടൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഞാൻ വീണ്ടും പറയാണ്, പേസ്റ്റാക്കി അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യണം. നമുക്ക് പരിപ്പോട കടിക്കുമ്പോൾ പരിപ്പ് ജസ്റ്റ് ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉള്ളിയാണ്. ഞാനൊരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വലിയ ഉള്ളി അതുപോലെ ചെറുതായി ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കടലപ്പരിപ്പ് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പരിപ്പുവട ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പരിപ്പുവട കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാൻ ബാക്കിയുണ്ട്. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. ഈ പരിപ്പുവടക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി അത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി കൂടാതെ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു കായപ്പൊടി തീർച്ചയായിട്ടും ചേർക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കായപ്പൊടി ചേർത്തിട്ട് പരിപ്പുവട തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കായപ്പൊടിയൊന്നും സ്കിപ്പ് ചെയ്യാതെ അത് ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇതിലേക്ക് മസ്റ്റാണ്. പരിപ്പുവടക്ക് കറിവേപ്പില ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കറിവേപ്പില ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പരിപ്പുവടക്ക്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുക്കുക. എന്നിട്ട് പരിപ്പുവട ഷേപ്പിലാക്കി എടുക്കട്ടെ. ഞാനിവിടെ കുറച്ചധികം തിന്നായിട്ടാണ് ഷേപ്പാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ചെയ്യും. പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും നമുക്ക് കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്യാൻ നോക്കുക. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ കായപ്പൊടിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ഈ പരിപ്പുവടക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ ഇതും കൂടി ചേർക്കുക, എന്നിട്ട് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു പരിപ്പുവട കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇതാ ക്രിസ്പി ആയിട്ടുള്ള പരിപ്പട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.